പശ്ചിമബംഗാളിൽ കള്ളനെന്ന് സംശയിച്ച് മലയാളി യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. ബംഗാളിലെ സൗത്ത് 24 പർഗനാസ് ജില്ലയിലാണ് രാജ്യത്തെ ആകെ നടുക്കിയ ഈ ആൾക്കൂട്ട മർദ്ദനവും കൊലപാതകവും അരങ്ങേറിയത്. വഴിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട യുവാവിനെ കള്ളനാണെന്ന് ആരോപിച്ച് ഒരു കൂട്ടം ആളുകൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. പശ്ചിമബംഗാളിലെ സൗത്ത് 24 പർഗനാസ് ജില്ലയിൽ നടന്ന ഈ ക്രൂരമായ ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രാദേശിക പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിയമം കയ്യിലെടുത്ത ഒരു യുവാവിനെ ക്രൂരമായി തല്ലിക്കൊന്ന പ്രതികളെ കണ്ടെത്താൻ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളാണ് പോലീസ് നടത്തിയത്. കൊല്ലപ്പെട്ടത് മലയാളിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ആൾക്കൂട്ടത്തിന്റെ ക്രൂരമായ മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട മലയാളി യുവാവിന്റെ കൃത്യമായ പേരുവിവരങ്ങളോ കേരളത്തിൽ അദ്ദേഹം ഏത് ജില്ലക്കാരനാണെന്നോ നിലവിൽ ലഭ്യമായിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. യുവാവിന്റെ പക്കൽ നിന്നും തിരിച്ചറിയൽ രേഖകളൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതാണ് ഇതിന് കാരണം. യുവാവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും കേരളത്തിലെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ എത്രയും വേഗം വിവരമറിയിക്കാനുമുള്ള ശ്രമത്തിലാണ് പോലീസ്. സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ പ്രധാന പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. ഈ ആൾക്കൂട്ട ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളടക്കം 5 പേരെ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കള്ളനെന്ന് ആരോപിച്ച് ഒരു സംഘം ആളുകൾ യുവാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്നുള്ള CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ആധാരമാക്കിയാണ് പോലീസ് പ്രതികളെ വേഗത്തിൽ തിരിച്ചറിഞ്ഞത്. കേസിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നതിനെ കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ക്രമസമാധാന നില തകർക്കുന്ന ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് ബംഗാൾ പോലീസ് കാണുന്നത്. നിലവിൽ അറസ്റ്റിലായ 5 പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കള്ളനെന്ന് സംശയിച്ച് മർദ്ദിച്ചതാണെന്ന പ്രതികളുടെ വാദത്തിന് പുറമെ ഈ കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും വ്യക്തിവൈരാഗ്യമോ ആസൂത്രണമോ ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള എല്ലാ വശങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിയമവും ഭരണഘടനയുമുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് കേവലം സംശയത്തിന്റെ പേരിലോ തെറ്റായ പ്രചാരണത്തിന്റെ പേരിലോ ഒരു മനുഷ്യനെ തെരുവിൽ വിചാരണ ചെയ്ത് അടിച്ചുകൊല്ലുന്ന ദാരുണമായ വാർത്തയാണ് വീണ്ടും പുറത്തുവരുന്നത്. പശ്ചിമബംഗാളിലുണ്ടായ ഈ സംഭവം ആൾക്കൂട്ട അക്രമങ്ങളുടെ ഭയപ്പെടുത്തുന്ന മുഖമാണ് ഒരിക്കൽ കൂടി തുറന്നു കാട്ടുന്നത്. കള്ളനെന്ന് ആരോപിച്ച് ഒരു മനുഷ്യനെ വിചാരണ കൂടാതെ തെരുവിൽ വധിക്കുന്ന ഇത്തരം ആൾക്കൂട്ട ആക്രമണങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അമർഷവുമാണ് ഉയരുന്നത്. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ലെന്നിരിക്കെ പൊതുജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ അക്രമവാസന അതീവ ജാഗ്രതയോടെ കാണേണ്ടതുണ്ട്. കൊല്ലപ്പെട്ടത് ഒരു മലയാളിയാണെന്ന വാർത്ത പുറത്തു വന്നതോടെ കേരള പൊതുസമൂഹത്തിലും കടുത്ത ഞെട്ടലും പ്രതിഷേധവും ഇരമ്പുകയാണ്. ബംഗാളിലെ സൗത്ത് 24 പർഗനാസ് ജില്ലയിൽ ദാരുണമായി കൊല്ലപ്പെട്ട യുവാവിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനും കുറ്റക്കാർക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കാനും ശക്തമായ സമ്മർദ്ദമാണ് ഉയരുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളിൽ അടിയന്തരവും ശക്തവുമായ നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കടുത്ത നിയമ നടപടികളിലേക്ക് തന്നെയാണ് പശ്ചിമബംഗാൾ പോലീസ് നീങ്ങുന്നത്. ആക്രമണം നടന്ന ഉടൻ തന്നെ പ്രായപൂർത്തിയാകാത്ത 2 പേരടക്കം 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു പ്രതികളെ കണ്ടെത്താൻ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം മൃഗീയമായ അതിക്രമങ്ങൾ നടത്തുന്നവർ സമൂഹത്തിൽ യാതൊരുവിധ ഒത്തുതീർപ്പുകളും ഉണ്ടാകില്ലെന്നും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുമെന്നും ബംഗാൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു.